എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഡ്വക്കേറ്റ്സിൻ്റെ ജോലിയിൽ എന്തുമാത്രം മാറ്റം വരുത്തുമെന്ന് നോക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വക്കേറ്റ്സ് ഏതാണ്ട് ഒരു 30 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആപ്ലിക്കേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതി 100 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ജോലി നമുക്ക് 10 മണിക്കൂർ കൊണ്ട് ചെയ്യാം. ഇല്ലെങ്കിൽ 100 ദിവസങ്ങൾ കൊണ്ട് ചെയ്യുന്ന ജോലി നമുക്കൊരു പക്ഷേങ്കിൽ 10 ദിവസങ്ങൾ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് നമുക്ക് ഒന്നാമതായിട്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ChatGPT. അപ്പോൾ ഇവിടെ GPT നമ്മൾ ഉപയോഗിക്കുമ്പോൾ സാധാരണഗതിയിൽ അത് എല്ലാവരും ഉപയോഗിക്കുന്നതുകൊണ്ട് ആൾക്കാർക്കൊരു എല്ലാം അറിയാമല്ലോ എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ചിലത് നമ്മൾ 4-5 പേജ് പ്രോംപ്റ്റ് നമ്മൾ എഴുതി തയ്യാറാക്കി എടുക്കുമ്പം വളരെ പ്രിസൈസായിട്ടൊരു മിസ്റ്റേക്കും ഇല്ലാതെ വളരെ പ്രിസൈസായിട്ട് മാസങ്ങളെടുത്ത് നമ്മൾ റിസർച്ച് ചെയ്താൽ പോലും കിട്ടാത്ത നമുക്കുള്ള ഇൻഫർമേഷൻ അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ChatGPT നമ്മൾ ചെയ്യുമ്പം അതിനകത്ത് പോയിട്ട് നമുക്ക് ലോയേഴ്സിന് വേണ്ടി മാത്രമായിട്ട് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അങ്ങനെ അതിനെ നമുക്ക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ പെൻറ്റഗൺ പോലും ഉപയോഗിക്കുന്നു, വാറിന് പോലും ഡാറ്റ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അത് നമുക്കെല്ലാം ന്യൂസിലൂടെ നമ്മൾ അറിയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കാവുന്നത് ക്ലോഡ്. ഇപ്പോൾ ക്ലോഡിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ നീണ്ട ഡോക്യുമെൻറ്റ്സ് വളരെ നീണ്ട ഡോക്യുമെൻറ്റ്സ് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് മാത്രം അതിൽ നിന്ന് എടുക്കാനായിട്ട് വളരെ സഹായകരമാണ്. ഓക്കെ, അത് നമുക്ക് ലോയേഴ്സിന് വളരെ കൂടുതൽ ഉപയോഗിക്കേണ്ട സാധനമാണ്. അതുപോലെ തന്നെ പെർപ്ലക്സിറ്റി AI, അത് ഈ പറഞ്ഞതുപോലെ നമുക്ക് റഫറൻസോടുകൂടി വളരെ കൃത്യമായ റഫറൻസ് സഹിതം നമുക്കെടുക്കാം. അപ്പോൾ ഇവിടെ എനിക്കൊരു കാര്യം ആമുഖമായിട്ട് പറയുന്നത്, നമുക്ക് എല്ലാ കാര്യങ്ങളും ലോയുടെ എല്ലാ വർക്കും നമുക്ക് കൃത്യമായ പ്രോംപ്റ്റ് ഉണ്ടെങ്കിൽ, നല്ലൊരു അറിയാവുന്ന ആളൊരു എഴുതിയ പ്രോംപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ AI ഉപയോഗിച്ച് ചെയ്യാം. പക്ഷേ നമ്മൾ AI ഉപയോഗിച്ചിട്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ കോടതിയിലോട്ട് സബ്മിറ്റ് ചെയ്യരുത്. അത് നമ്മൾ ഭംഗിയായിട്ട് സ്ക്രൂട്ടണി ചെയ്യണം, AI ഇതിനെ കഴിഞ്ഞും കുറച്ചുകൂടെ വിദഗ്ധമായി. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുവിധം ചെയ്ത് കഴിഞ്ഞാൽ ഈ 1% താഴെയൊക്കെയാണ് ചിലപ്പോൾ മിസ്റ്റേക്ക്. നമ്മൾ ടൈപ്പിങ്ങിനകത്ത് കാണുന്നത് പോലെ ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും. പക്ഷെ നമ്മൾ നോക്കിയിട്ട് മാത്രമേ ഫയൽ ചെയ്യാവുന്നുള്ളതാണ് AI ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊപ്പോണൻസ് എല്ലാം അഡ്വക്കേറ്റ്സിനെ ബോധവൽക്കരിക്കുന്നത്. പിന്നെ മറ്റ് ലീഗൽ ടൂളുകൾ നമ്മൾ എടുക്കുമ്പോൾ ഇന്ത്യൻ ലീഗൽ ടൂൾസ് നമുക്ക് ഉപയോഗിക്കുമ്പോൾ വിദുർ AI എന്ന് പറഞ്ഞ ഇന്ത്യൻ നിയമത്തിൻ്റെ ഡ്രാഫ്റ്റിങ് ഭംഗിയായിട്ട് നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് കിട്ടാനായിട്ട് ഭയങ്കര സഹായമാണ്. പക്ഷെ അതും നമ്മൾ ലാസ്റ്റ് സ്ക്രൂട്ടണി കഴിഞ്ഞ കോടതിയിലേക്ക് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ മനുപത്ര. അപ്പോൾ അത് സാധാരണ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേസ് ലോ റീസെർച്ചിനാണ് നമ്മൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മനുപത്രയുടെ AI ഇറങ്ങിയിട്ടുണ്ട്. അല്പം കോസ്റ്റ് കൂടുതലാണ്, പക്ഷേ അത് വർദ്ധിയാണ്. നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി ഒരുപാട് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് SSC ഓൺലൈൻ നമുക്ക് ചെയ്യാനാണ്. അത് പിന്നെ മിക്കവാറും പേരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ കോടതി ഇതിനകത്ത് നമുക്ക് ശരിക്കും SSC ഓൺലൈനിൽ നിന്നാണ് കോടതി അംഗീകരിച്ച സൈറ്റേഷനുകൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടാനായിട്ട് പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ലെക്സിസ് പ്ലസ്, അത് നമുക്ക് അഡ്വാൻസ്ഡ് ലീഗൽ റീസെർച്ചിന് വളരെ ഉപകാരപ്രദമാണ്. നമുക്കൊരു ഒരു ദിവസത്തെ 2 ദിവസത്തെ പഠനം കൊണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ലെജിറ്റ് കോസ്റ്റ്. അപ്പോൾ നമുക്ക് ജഡ്ജ്മെൻറ്റ് അനാലിസിസ് ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്കായിട്ട് നമുക്ക് പല ജഡ്ജ്മെൻറ്റുകളും നമുക്ക് കൃത്യമായിട്ട് ഇതിൽ നിന്ന് കിട്ടും. അതിനെ അനാലിസിസ് ചെയ്ത് മാക്സിമം നമ്മുടെ കേസിനുമായിട്ട് റെലവൻ്റായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതും നൊടിയിടയ്ക്കുള്ളിൽ കഴിയും എന്നുള്ളതാണ്. മറ്റൊന്നാണ് നമുക്ക് ഈ കേസ് മൈൻ എന്ന് പറഞ്ഞൊരു AI ഉള്ളത്. മിക്കവാറും പേർക്ക് അഡ്വക്കേഷൻ അറിയാമായിരിക്കും അത്. അപ്പോൾ ഈ ബന്ധപ്പെട്ട കേസ്, അതുമായിട്ട് വെൽ കണക്റ്റഡ് ആയിട്ടുള്ള അബ്സല്യൂട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കേസസ് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. പിന്നെ നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ളത് ഭാരത് ലോ AI. അപ്പോൾ ഇവിടെ നമുക്ക് ജഡ്ജ്മെൻറ്റുകളുടെ ഒരു സംഗ്രഹം കിട്ടും, കംപ്ലീറ്റ്ലി ഒരു സമ്മറി നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്നാണ് നമുക്ക് വളരെ സഹായകരമാണ് ജ്ഞാന AI, വാദങ്ങൾ നമുക്ക് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു അഡീഷണൽ ടൂളാണ്. നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ഐപാഡുമായിട്ട് കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കതിനെ വരുന്നതനുസരിച്ച് മറ്റു ഭാഗത്തുനിന്ന് നമുക്ക് വരുന്നതനുസരിച്ച് അപ്പോൾ ആരാണോ കൂടുതൽ വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ കാര്യം പറയാനായിട്ടും കൂടുതൽ സാധ്യത അവിടെ വളരെ കൂടുതൽ വരും.
അപ്പം നമുക്കൊരു സ്മാർട്ട് വർക്കിംഗ് ആൻഡ് ഷാർപ്പ് വർക്കിംഗ് എന്ന് പറഞ്ഞതിലേക്ക് നമുക്ക് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് ആൻഡ് ഡോക്യുമെൻ്റ് ഓട്ടോമേഷൻ. അപ്പോൾ ഈ സ്പോട്ട് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. നല്ല ആക്യുറസി വളരെ കൂടുതലാണ്, ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് അതുപോലെ തന്നെ കോൺട്രാക്റ്റ് ഓട്ടോമേഷൻ, അതുപോലെ തന്നെ നമുക്ക് ഈ ഡോക്യു സൈൻ എന്ന് പറയുന്നത് നമുക്ക് ഡിജിറ്റലി സൈൻ ചെയ്യാം. അപ്പോൾ അതൊരു വലിയ സഹായമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒത്തിരി കമ്പനികളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ലോയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ സഹായമാണ്. പിന്നെ അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് കോ പൈലറ്റ് ഉണ്ട്, നല്ല പെർഫോമൻസ് കാണിച്ചു വെക്കുന്നുണ്ട്. അതും നമ്മളതിൽ പഠിച്ചെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതെല്ലാം കൂടെ പഠിക്കാനായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ വീതം ഒരാഴ്ച നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഏതായാലും ഈ അവധിക്കാലത്ത് ലോയേഴ്സിന് വേണ്ടി മാത്രം ഇങ്ങനെ ഒരു ക്ലാസ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പിന്നെ അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ അസൈൻമെൻറ്റ് കൂടെ ചെയ്ത് സർട്ടിഫിക്കറ്റ്സ് വേണ്ട ആൾക്കാർക്കാണെങ്കിൽ സർട്ടിഫിക്കറ്റ്സും കൊടുക്കും. കാരണം ഇന്നിപ്പം വിദേശ ലോ കമ്പനികൾ പലതും ഇന്ത്യയിൽ വന്ന് അവർ തുടങ്ങി. അതുപോലെ തന്നെ അവർ ഓൾറെഡി തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 50,000 റുപ്പീസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഒരു ലോയറിനെ അവർ ഭംഗിയായിട്ട് പഠിപ്പിച്ച് തരുവാണ്, AI ഉപയോഗിക്കാനായിട്ട് പഠിപ്പിച്ച് തരുവാണ്. നമുക്ക് അത്ര ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് അതിൻ്റെ 10-1 ആവശ്യമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഇവിടുത്തെ ഇന്ത്യക്ക് ഏറ്റവും ചേരുന്ന രീതി നമുക്ക് നന്നായിട്ട് ഇതിനെ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഓൾറെഡി തന്നെ ഈ ടൂൾ എല്ലാം ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ എന്നിറങ്ങി അപ്പം മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതുകൂടാതെ ഇത് തന്നെ പഠിപ്പിക്കുന്ന എൻജിനീയറിംഗ് കോളേജുകളിലെ ആ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ AIയുടെ ആ ഹെഡ്സിനെ കൂടെ ഒക്കെ നമ്മൾ പങ്കെടുപ്പിച്ചുകൊണ്ട് 2-3 പ്രൊഫസേഴ്സിനെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് അപ്പോൾ എനിക്കൊരു കംപ്ലീഷൻ കിട്ടും. അപ്പോൾ ലോയേഴ്സിന് കിട്ടുന്നൊരു വലിയ ബോണസാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിച്ചെടുക്കുക എന്ന് പറയുമ്പം അപ്പോൾ ഈ പറഞ്ഞ മൈക്രോസോഫ്റ്റ് വേഡ് കോ പൈലറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഡ്രാഫ്റ്റിംഗ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്രാമർലി നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ലാംഗ്വേജ് കറക്ഷൻ നമുക്ക് നല്ല പ്രിസൈസായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതിന് ഒത്തിരി ടൈം പോകുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ക്വിൽബോട്ട് ഒരുപാട് പേര് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് റീറൈറ്റ് ചെയ്യാനും പാരാഫ്രൈസ് ചെയ്യാനും നമുക്കത് ഒന്നുകൂടി ചുരുക്കി മോസ്റ്റ് ഇഫക്റ്റീവ് ആക്കി എടുക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പ്രാക്ടീസ് ആൻഡ് കേസ് മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്ന ഈ നോഷൻ എന്നൊക്കെ പറഞ്ഞ് അപ്പം കേസ് നോട്ട്സ്, അപ്പോൾ പിന്നെ നോളജ് ബേസ് ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് വളരെ സഹായപ്രദമാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരിതാണ് ക്ലിയോ, കേസ് ട്രാക്കിംഗ്, അതുപോലെ തന്നെ ബില്ലിംഗ്. ഇതൊക്കെയാണ് നമ്മളുടെ മൊത്തം ക്ലയൻറ്റുകളെ നമുക്ക് ട്രാക്ക് ചെയ്യാനും അതിൻ്റെ ബില്ലിങ്ങിലും കൃത്യമായിട്ടത് നമ്മളെ ഓർമ്മപ്പെടുത്താനായിട്ട് അതൊട്ടും തലയ്ക്ക് ഭാരമല്ലാതെ. പിന്നെ നമ്മളൊരു മിനി CRM കൂടെ ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതുപോലെയാണ്. അപ്പം സോഗോ CRMൻ്റെ തന്നെ അഡ്വക്കേറ്റ്സ് ഉപയോഗിക്കാവുന്ന വളരെ ചെറിയ മിനി ആയിട്ടുള്ളതുണ്ട്. ഓക്കെ, അപ്പോൾ അല്ലെ ഹബ്സ്പോട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നുണ്ട്. അപ്പോൾ ക്ലയൻറ്റ് ഫോളോ അപ്പ് മാനേജ്മെൻറ്റൊക്കെ നമുക്ക് നന്നായിട്ട് അതിനകത്ത് നല്ല കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ക്ലയൻറ്റ് അക്വിസിഷന് നമ്മൾ ഉപയോഗിക്കുന്നത്, അപ്പോൾ ഇന്ത്യൻ ലോ അനുസരിച്ച് നമ്മൾ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുള്ള നമ്മൾ കേമന്മാരാണ്, നമ്മൾ മാത്രമാണ് മെച്ചം എന്നൊന്നും പറഞ്ഞ് നമുക്ക് പരസ്യം കൊടുക്കാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മുടെ പ്രസൻസ് ഈ പൊതു ലീഗൽ എഡ്യൂക്കേഷൻ വഴി സെമിനാറുകളും പിന്നെ അതുപോലെ തന്നെ വീഡിയോ കോണ്ടൻറ്റുകളും ആർട്ടിക്കിൾസ് വഴിയും അങ്ങനെ നമുക്ക് ഒരു 20ഓളം മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ആൾക്കാരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ പ്രസൻസ് ഫീൽ ചെയ്യാനായിട്ട്. അതും ബാർ കൗൺസിലിൻ്റെ നിയമത്തിനകത്ത് പൂർണ്ണമായിട്ടും നിലനിന്നുകൊണ്ട് തന്നെ. അപ്പോൾ അവിടെ നമുക്ക് നമ്മളിലേക്ക് ആൾക്കാർക്ക് വരുമ്പം അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് കാലൻഡ്ലി എന്ന് പറയുന്ന നല്ലൊരു ടൂളാണ്. കാലൻഡ്ലി വഴി നമുക്ക് ബുക്കിംഗ് എടുക്കാം. അതുപോലെ തന്നെ മെനി ചാറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മെനി ചാറ്റ് വഴി നമുക്ക് വരുന്ന ലീഡുകളുണ്ടെങ്കിൽ അതിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് ചില കാര്യങ്ങളൊക്കെ ക്ലയൻറ്റിന് നമ്മൾ വിശദീകരിച്ച് കൊടുക്കാനായിട്ട് മറ്റ് ലോയേഴ്സ് ഇപ്പോൾ എബ്രോഡ് ഉപയോഗിക്കുന്നത് ലൂം എന്ന് പറഞ്ഞൊരു പിന്നെ ഒരു കോണ്ടൻറ്റ് വീഡിയോ വിശദീകരണം കൊടുക്കാനായിട്ട്, അത് കേസ് ടു കേസ് ഓരോരുത്തർക്ക് അപ്പം തന്നെ പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നവരെ കാത്തിരിക്കേണ്ട കാര്യമില്ല, അവർക്ക് നേരിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ലീഗൽ കോണ്ടൻറ്റ് മാർക്കറ്റിംഗ് ഇൻ ദ സെൻസ് നമ്മൾ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള വിത്തിൻ ലോയ്ക്കകത്ത് മാത്രമാണ് VO എന്ന് പറയുന്നൊരു ടൂളുണ്ട്. അപ്പോൾ VO എന്ന് പറഞ്ഞ ടൂളിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ഒരു മേഖലയിലും കൂടെ എക്സ്പെർട്ടാണ്, നമുക്ക് വി ക്യാൻ ഡു ദിസ് എന്നുള്ളത് മറ്റുള്ളവരെ പൊതുജനത്തെ നമ്മുടെ ടാർഗറ്റ് ആൾക്കാരെ അറിയിക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 42ഓളം
ലോ കോളേജുകൾ കേരളത്തിലുണ്ട്, ഒരുപാട് പേര് ഇതിലേക്ക് വരുന്നുണ്ട്. പക്ഷേ എന്നിട്ടും കറക്റ്റായിട്ട് നിയമത്തിൻ്റെ സഹായം കിട്ടാത്ത ഒരുപാട് ജനങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഈ എഐയുടെ ഉപയോഗം വളരെ പ്രസക്തമാണ്. തന്നെയല്ല, ഈ ഒരു ഫോറിൻ കമ്പനികളൊക്കെ മൾട്ടിനാഷണൽസ് കൂടെ ഇവിടെ വന്ന് നമുക്ക് നമ്മുടെ ലോയേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന അവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മളിവിടെ ഉണ്ടെന്നുള്ളത് ബോധ്യപ്പെടുത്താനായിട്ട് നമുക്ക് പലപ്പോഴും നമ്മുടെ എഐയുടെ ഓഡിയോ, സ്പഷ്ടമായിട്ടുള്ള ഓഡിയോ നമുക്ക് ആവശ്യമാണ്. 11 ലാബ്സാണ് സാധാരണഗതിയിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. വേറെയും പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പിന്നെ നമുക്കതുപോലെ തന്നെ ഈ ഓപ്പസ് ക്ലിപ്സ് എന്ന് പറഞ്ഞിട്ട് ലോങ് വീഡിയോസ് നമുക്ക് ഷോർട്ടാക്കിയിട്ട് അതിനെ നമുക്ക് പലപ്പോഴും റെലവൻ്റ് ആയിട്ട് പബ്ലിക് അറിയേണ്ട കാര്യങ്ങൾ മാത്രം, നമ്മുടെ കേമത്തരം പറയാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ഇത് പബ്ലിക് എഡ്യൂക്കേഷൻ കൂടാതെ നമ്മുടെ ഒരു പ്രസൻസ് കൂടെ നമുക്ക് എടുത്തു പറയും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ നമുക്ക് പ്രിൻ്റായിക്ക് വരുത്താനായിട്ട് ടർബോ സ്ക്രൈബ് എന്ന് പറയുന്ന ഓഡിയോ സംസാരിക്കുന്ന നമുക്ക് ടെക്സ്റ്റായിട്ട് വരാനായിട്ട്, പിന്നെ ഈ ഫിഗ്മ എന്ന് പറഞ്ഞ തന്നെ ലീഗൽ ഡിസൈൻ പ്രധാനമായിട്ട് നമ്മൾ മീറ്റിങ്ങുകളോ മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് പോസ്റ്റുകളായിട്ട് ക്ലയൻസിനെ അറിയിക്കാനും നമ്മൾ പബ്ലിക്കിനെ അറിയിക്കാനും, അപ്പോൾ അത് ബാർ കൗൺസിലിൻ്റെ ആ ഒരു നിയമത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ വിസ്റ്റ ക്രിയേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഓരോ ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടേതായ വേർഷൻസ് പറയാനായിട്ട്, ഇത് പെട്ടെന്ന് പറയണം, നമുക്ക് 2-3 മിനിറ്റ് മാത്രമേ ഒരു ലോയറെ സംബന്ധിച്ചിടത്തോളം സ്പെൻഡ് ചെയ്യാനായിട്ട് കാണുകയുള്ളൂ. ആ സമയത്തിനകത്ത് തന്നെ നമ്മളെല്ലാ നിയമത്തിനകത്തും നിന്നുകൊണ്ട് നമ്മളുടെ ഒപ്പീനിയൻ നമുക്ക് റേസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബഫർ എന്ന് പറയുന്ന പോസ്റ്റുകൾ സ്കെഡ്യൂൾസ് നമുക്ക് തയ്യാറാക്കാനും, നേരത്തെ തന്നെ അത് കൊടുത്ത് നേരത്തെ തന്നെ നമുക്ക് നമ്മുടെ ബാക്കി ആക്ടിവിറ്റീനെ ബാധിക്കാത്ത രീതിയിൽ നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഓട്ടോമേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ഉണ്ട്. അപ്പോൾ സാപ്പിയർ എന്ന് പറയുന്ന ടൂളാണ് നമ്മൾ ഈ പല ടൂളുകൾ, ഞാനിപ്പോൾ 10-30 ടൂളുകളിൽ കൂടെ പോയി, ഈ ടൂളുകളെല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയിൽ. അപ്പം എനിക്ക് പറയാനുള്ളത് ഒരു 1 വീക്കൊക്കെ നമ്മൾ ആഴ്ചയിലൊരു ഡെയിലി ഒരു 2-3 മണിക്കൂർ വീതം ഈവനിങ്ങിൽ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കൊണ്ടുവരുന്നത് ഈ ഒരു സമയത്ത് കൊണ്ടുവരുന്ന ഉടനെ തന്നെ ഇപ്പോൾ ഓൾറെഡി ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് തുടങ്ങിയതൊരു ജനറലി ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോയേഴ്സിനുള്ളതും ഡോക്ടേഴ്സിനുള്ളതും ചാർട്ടേഡ് അക്കൗണ്ടൻസിനുള്ളതും പ്രത്യേകമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാത് പ്രൊഫഷണലിൽ നിന്നുള്ള ആൾക്കാരും അതിനകത്തുണ്ടാകും. അതുകൂടാതെ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസേഴ്സ് ഉണ്ടാകും, ലോ സ്കൂളുകളിൽ പെട്ട ആൾക്കാരുണ്ടാകും. അപ്പോൾ അവരെയൊക്കെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതിനകത്ത് ഇപ്പോൾ വളരെ യങ്സ്റ്റേഴ്സാണ്, അവർക്ക് സർട്ടിഫിക്കേഷനും കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അപ്പോൾ അസൈൻമെൻറ്റും ഒരു ഓൺലൈൻ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അവർക്ക് അത് ഇവാലുവേഷൻ നടത്തിയതിന് ശേഷം അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും അത് പലപ്പോഴും അവർക്ക് പല കോർപ്പറേറ്റുകളിൽ ജോലി കിട്ടാനായിട്ട് AI പഠിച്ചെടുത്തു എന്ന് പറയുന്ന ഒരു എവിഡൻസോടുകൂടി, അതിനും ഇല്ലെങ്കിൽ എബ്രോഡ് ആണെങ്കിലും ഇത് ഉപയോഗിക്കാം. നമുക്ക് എബ്രോഡിൽ നിന്ന് കിട്ടുന്നതും ഇതിനെ കഴിഞ്ഞും കൂടുതൽ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ്സ് ഒന്നും അല്ല കിട്ടുന്നത്. പക്ഷേ നമുക്കിത് വെഡിപ്പായിട്ട് പഠിച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്ത് നമുക്ക്, അപ്പോൾ ഡ്രാഫ്റ്റിങ്ങിനാണെങ്കിലും വിശദമായിട്ട് നമുക്ക് പഠിക്കാനാണെങ്കിലും ഒക്കെ വളരെ പെട്ടെന്ന് വളരെ ക്വിക്കായിട്ട് നമുക്ക് സാധാരണഗതിയിൽ നമ്മളൊരു പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ഒരു 6 മണിക്കൂർ ചെയ്യുന്ന കാര്യം നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാനായിട്ട് ഈ എഐയുടെ ഉപയോഗം കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പറ്റും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇത് കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് ആദ്യം 1-2 ദിവസം നമ്മൾക്ക് അത് അറ്റൻഡ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അതിനുശേഷം മാത്രം ഒഫീഷ്യലി നമ്മൾ എൻറോൾ ചെയ്താൽ മതിയാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ, അതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് നിങ്ങളുടെ ലീഗൽ ഫ്രട്ടേണിറ്റിയിൽ എവിടെയൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ അവിടെയൊക്കെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സ് ഇപ്പോൾ നാഷണൽ ലോ സ്കൂളുകൾ ഒരുപാടുണ്ട്, അവിടെ നിന്നെല്ലാം ഷോർട്ട് ടൈം കോഴ്സുകളെല്ലാം പഠിച്ച ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കോടതിയിലും വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ഫാസ്റ്റായിട്ട്. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ലോവർ കോടതികളിലും എല്ലാം എഐയുടെ ആപ്ലിക്കേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്കീം വഴി തന്നെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളതിനകത്ത് ഫയലിംഗ് മാത്രം നിന്നാൽ പോരാ, നമുക്കും കുറച്ചുകൂടെ ഭംഗിയായിട്ടിത് ഈ പറഞ്ഞ പോലെ മൊബൈലിൽ കൂടി തന്നെ എല്ലാ സംഭവവും, മൊബൈലൊരു വലിയ ഓഫീസായിട്ട് തന്നെ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ 6-7 മണിക്കൂർ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം നമുക്കൊരു 15 മിനിറ്റ് കൊണ്ടൊരു ലോയർക്ക് പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആകാനായിട്ട് നമ്മൾ ഈ ഏതാണ്ട് ഒരു 30ഓളം ഇത് പഠിച്ചാൽ മതി. അത് വളരെ ഫ്ലുവൻ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പഠിച്ച് വളരെ വെഡിപ്പായിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വരുന്നതനുസരിച്ച് എല്ലാ ദിവസവും നമ്മളിപ്പോൾ 8:30 ഇവിടെ രാത്രി ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണമായിരിക്കും. അതിന് പ്രത്യേക ടൈമുണ്ട്, പ്രത്യേക ഗ്രൂപ്പുണ്ട് അത് പരിശീലിപ്പിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കിത് വളരെ നല്ല രീതിയിലൊരു
എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾ ഇൻഫോംഡ് ആയിട്ടുള്ള AI ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ലോയറായിട്ട് മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ. എത്രയും പെട്ടെന്ന് പ്രതികരിക്കുക, റെസ്പോണ്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.